ഒരാൾ വുളുവെടുത്തിട്ട് കിടന്നു, അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ, മരണമാണല്ലോ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ദുആ ചെയ്യുന്നു, അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ വഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അപ്പോൾ മരണമല്ലേടാ. എടാ, ഒരാൾ വുളുവെടുത്തിട്ട് കിടന്നുറങ്ങി, ആ വുളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് നീ മരിച്ചാൽ നിന്നെക്കാളും വലിയ ഭാഗ്യവാൻ ഈ ലോകത്താരാ? നിന്നെക്കാളും വലിയ ഭാഗ്യവാൻ ഈ ലോകത്താരാ? എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുകയാണെങ്കിൽ വുളുവെടുത്തിട്ട് വേണം മരിക്കാൻ. വുളുവോടു കൂടി മരിക്കലേറ്റം മെച്ചമാ, ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഒരാള് വുളുവെടുത്തിട്ട് കിടക്കുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ അവന്റെ റൂഹ് പിടിക്കുന്ന സമയം അസ്റായീൽ അലൈഹിസ്സലാം മാത്രമല്ല, ഒരു അതിഥി കൂടെ വരും. ഒരതിഥി കൂടെ വരും. ഏതാണ് ആ അതിഥി? മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടാകും. ജിബ്രീലിനെ കണ്ടുകൊണ്ട് മരിക്കാൻ ചങ്ങാതി, അതാണ് ഭാഗ്യം. വുളുവ്. ഒരാൾ വുളുവെടുത്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ, അതുകൊണ്ടാ വുളുവെടുത്തിട്ട് കിടന്നുറങ്ങാൻ പറയുന്നത്. മരണമാണല്ലോ ഉറക്കം. എത്ര പേരെയോ, നിന്റെ ഉപ്പ, നിന്റെ ഉമ്മ, പലരും കിടന്നവരാണല്ലോ, പിന്നെ എഴുന്നേറ്റില്ലല്ലോ. അപ്പൊ ഒരാൾ വുളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് മരണപ്പെട്ടു പോയാൽ അവന്റെ റൂഹ് പിടിക്കുന്ന സമയം ആരുകൂടെ കടന്നു വരും? മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹുവേ, അങ്ങനെയുള്ള ഒരു മരണം നീ ഞങ്ങൾക്ക് നൽകണേ പടച്ചോനെ. വുളുവെടുത്തിട്ട് മരിക്കണം സഹോദര. ജിബ്രീലിനെ കാണാൻ ഭാഗ്യം കിട്ടുക എന്ന് വെച്ചാ അത്ര എളുപ്പമുള്ള കാര്യമാണോ? നബി തങ്ങൾ റൂഹ് പിടിക്കാൻ വന്നപ്പോഴും അസ്റായീലിന്